1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001-9001-56 8008000120. ഒരാൾക്ക് ഇവിടെ വീൽ ചെയറിന് പ്രൊമോഷൻ കിട്ടിയിട്ടുള്ള കസേരയിലൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ? എന്തായാലും എങ്ങനെയൊക്കെയുണ്ട് സീരിയലും കാര്യങ്ങളൊക്കെ, ചേട്ടന്മാരുടെ വിശേഷങ്ങൾ? അതിപ്പോ ഈ ഓണം പരിപാടി കിട്ടിയ കാരണം എനിക്കൊന്ന് വീൽ ചെയറിന് ഒരു മോചനം കിട്ടിയ, ഒന്ന് എഴുന്നേറ്റ് നടക്കാനും വന്നിരിക്കാനൊക്കെ ഉള്ള ഒരു അവസരം കിട്ടി. ചില സമയം ചേട്ടൻ എന്നോടിപ്പം ഫോൺ എവിടെയെങ്കിലുമൊക്കെ വെച്ച് മറന്നു പോയാൽ പറയും, ഞാൻ എനിക്കതൊന്ന് എടുത്തു തരുമോ എന്ന് ചോദിക്കേ. അപ്പം ഞാൻ പാവം കാല് വയ്യല്ലോ എടുത്തു കൊടുക്കാം, ഞാൻ എടുത്തു വന്നിട്ട് ഞാൻ ആലോചിക്കും ഇതിന് കാലിനൊരു പ്രശ്നമില്ല, സ്ഥിരവാ. അത് എന്റെ പെർഫോമൻസ് അത്ര നന്നായോണ്ടല്ലേ അതങ്ങനെ മനസ്സിലാക്കാത്തത്. അല്ലാതെ ഇരുന്നെടുത്ത് എഴുന്നേക്കൂല എന്നുള്ളതല്ല, മടിയല്ല, അത് കഴിവാണ് അല്ലേ? നാച്ചുറൽ പെർഫോമിംഗ് എനിക്ക് വയ്യല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ എടുത്തിരുന്നു. അതെ അതെ അതെ, ഗുഡ് ഗുഡ് ഗുഡ്. പിന്നെ നിങ്ങള് എപ്പോഴും ഒരുമിച്ചാണല്ലോ കാണാറ്? ഞങ്ങളുടെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൊല്ലാൻ നടക്കുന്ന രണ്ടുപേരാണ് ഇവര്. അപ്പൊ കൂടെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുമല്ലോ, കുഴപ്പമില്ല. അവരുടെ നീക്കങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിട്ട് അതിനുവേണ്ടി കൂടെ കൊണ്ടു നടക്കുന്നതാണ്. സംസാരിക്കുമ്പോൾ വില്ലന്മാരാണല്ലോ സൈലന്റ്. ഞങ്ങൾ എങ്ങനെ ഇയാളെ കൊല്ലാം എന്ന് നോക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ കൂടെ തന്നെ നടന്ന് പണി കൊടുക്കാനുള്ള ഒരു പരിപാടിയിലാണ്. അപ്പൊ രണ്ടുപേരും നിങ്ങൾ കൂടെ നടന്ന് നിങ്ങളുടെ നീക്കങ്ങൾ. ഓക്കെ, ഓവർ ടു നമ്മുടെ നായികമാർ. ഷൂട്ട് എന്താ പറയാ, ഞങ്ങള് ഉള്ള സമയം ഞങ്ങൾ എല്ലാവരും ജോളിയായിട്ട് തന്നെ ഉള്ളേ. പക്ഷെ എല്ലാവർക്കും എല്ലാ സമയത്തും ഷൂട്ടുണ്ട്. പകുതി വില്ലന്മാർ എന്താ പറയുക, നോർമൽ ആയിട്ടുള്ളവരെക്കാളും കൂടുതൽ അബ്നോർമൽ ആയിട്ടുള്ളവരാ. അത് നമുക്ക് മനസ്സിലായി അല്ലേ? അത് നമുക്ക് ഇവിടുന്ന് അവരുടെ കയ്യിലിരിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി അബ്നോർമലാണ്. ബാക്കി പറയൂ. വില്ലന്മാരാണ് കൂടുതൽ. അപ്പൊ വില്ലന്മാർക്ക് എല്ലാവർക്കും ഒരേ സമയത്തായിരിക്കും ഷൂട്ട് ഉണ്ടാവുക. ഞാനും കണ്ണേട്ടനും ആയിരിക്കും കൂടുതൽ ടൈം ഉണ്ടാവുക. അതിൻ്റെതായിട്ടുള്ള പിന്നെ ഇതേപോലുള്ള പ്രോഗ്രാമിനൊക്കെ നമ്മൾ വരുന്ന സമയത്തും പിന്നെ ഒഴിവ് സമയങ്ങളിലൊക്കെയാണ് ആനന്ദകരമാക്കാൻ ഞങ്ങൾ ഒന്ന് കൂടാറുണ്ട്. ഓക്കെ, അപ്പുറത്ത് ഞാനിതില് നെഗറ്റീവ് റോളാണ് ചെയ്യുന്നത്. എന്റെ പേര് നെഗറ്റീവ് റോളാണോ? അപ്പൊ എങ്ങനെ എവിടുന്ന് വരുന്നു ആ നെഗറ്റീവ്? എന്റെ നെയിം എന്ന് വെച്ചാൽ കരുണ എന്നാണ്. ഒട്ടും കരുണയില്ല. ഇവര് രണ്ടിനെ കൊല്ലാൻ മെയിൻ കാരണം ഞാനാ. നിങ്ങൾ പരസ്പരം കൊല്ലാൻ വേണ്ടി അതെ, മെയിൻ കാരണം ഞാനാ. ഇതെന്റെ ചേച്ചിയാ, പക്ഷെ എനിക്ക് കൊല്ലണം. കാരണം എന്റെ ഭർത്താവിന്റെ ചേട്ടനാണ് സ്വത്തുക്കളല്ല. മനസ്സിലായില്ലേ? അടുത്ത ആളിലേക്ക് പോവാം. ഓക്കെ, അവിടെ ഞാൻ ഇപ്പൊ നെഗറ്റീവ് പോസിറ്റീവിലോട്ട് മാറിയിട്ടുണ്ട്. ഒരു സ്വഭാവ മാറ്റമൊക്കെ വന്നു തുടങ്ങി. നന്നാവാൻ തീരുമാനിച്ചു. ഇവരുടെ പണി കിട്ടിയിട്ടാണോ? പണി കിട്ടിയ മേഘന്റെ കയ്യിലിരിപ്പ് കാരണം ഞാൻ കുറച്ച് നന്നായിട്ടുണ്ട്. മൊത്തത്തിൽ നന്നാവാൻ തുടങ്ങി അല്ലേ? അല്ല, സീരിയൽ എന്റെ കയ്യിലിരിപ്പ് കാണാൻ എന്റെ കൂട്ടുകാരനോട് ഒളിച്ചോടി. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ്. പുള്ളിക്ക് വേറെ ഭാര്യയും കുഞ്ഞുണ്ട്. ഇയാള് കൊള്ളാലോ. ഫുൾ ഡാർക്ക് ആണ്. അപ്പൊ ഞാൻ ഭയങ്കര പാവം, ഒന്നും ചെയ്തില്ല, ആരെ സ്വത്ത് വേണ്ട, പൈസ വേണ്ട, ഇവർക്ക് നന്നാവണം മാത്രം ചിന്തിച്ചെടുക്കുന്ന കൊന്നാ മതി അല്ലേ? ചെറുതായിട്ട് ആരെയും സ്വത്തും പൈസ താല്പര്യമില്ല, അത്രേ ഉള്ളൂ. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് സുഗമോദേവി. എങ്ങനെ ഐശ്വര്യ മാമിന്റെ കൂടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയൂ. യെസ്, ഐശ്വര്യ ചേച്ചിന്റെ സ്വഭാവം വെച്ച് പറയുകയാണെങ്കിൽ, അയ്യോ ഇതുപോലൊരു പാവം, ഇപ്പോഴും ചെറിയ കുട്ടീനെ മാതിരിയാണ് സെറ്റില് എല്ലാരും അല്ലേ, അത്രയും പാവമാണ്, ഒരു കുട്ടീനെ പോലെയാണ്. പിന്നെ